ഡേ 2 ഇൻ ശ്രീലങ്ക. ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് സിഗ്രിയ റോക്കിലേക്കാണ്. സിഗ്രിയ റോക്ക് ട്രാൻസ്ലേറ്റഡ് ആസ് ലയൺസ് റോക്ക്. ആൻഡ് യെസ്, നമുക്ക് മേളിൽ ഈ റോക്കിൻ്റെ ടോപ്പിൽ വരെ പോകണം. ഇറ്റ് ഇസ് ദ വേ ഇസ് ഫിൽഡ് വിത്ത് ട്രയൽസ് ആൻഡ് സ്റ്റെപ്സ്. ബട്ട് ഐ വുഡ് സേ നിങ്ങൾ ഒരിക്കലും കയറാൻ മടിക്കരുത്. ബിക്കോസ് നമ്മൾ മേളിൽ കയറുമ്പോൾ വിൽ റിയലൈസ് ദാറ്റ് ദ ക്ലൈംബ് വാസ് വർത്ത് ദ വ്യൂ. യു വിൽ ഗെറ്റ് എ ഫുൾ പനോറമിക് സിറ്റീസ്കേപ്പ് വ്യൂ ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ചില സമയം നമുക്കറിയാമല്ലോ, ഡെസ്റ്റിനേഷൻസിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ നമ്മൾ പോകുന്ന വേ ആയിരിക്കും എന്ന്. ദിസ് വാസ് വൺ സച്ച് എക്സ്പീരിയൻസ്. ആൻഡ് പോകുന്ന വഴിക്ക് നമ്മളൊരു വില്ലേജ് കാർട്ട് കണ്ടു. പഴയ കാലങ്ങളിലുള്ള ബുള്ളക്കാട്ട് പോലെ. ഐ തിങ്ക് വി ക്യാൻ പ്രയർലി ബുക്ക് ദീസ് ടൂർസ് ആൻഡ് ട്രാവൽ. ആൻഡ് അതേപോലെ നമ്മൾ പോകുമ്പോൾ കണ്ട ഒരു കാര്യമാണ് ഇത്. ഇത് കണ്ടപ്പോൾ തന്നെ വി ഡിസൈഡഡ് ഓക്കെ, ഇവിടെ ഒരു സ്റ്റോപ്പ് എടുത്തിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അത്യാവശ്യം കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് അവിടെ നടന്നു. വെള്ളത്തിൽ കൂടെ കാലൊക്കെ നനച്ചിട്ട് ആണ് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോയത്. നെക്സ്റ്റ് സ്റ്റോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് ഡംബൂല കേവ് ടെമ്പിൾ എന്നാണ്. അത് കേവ് ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ പണ്ടൊരു കാലത്ത് ഒരു കിങ് ഒളിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ കേവ്. അയാളെ അത് രക്ഷിച്ചത് കൊണ്ട് പിന്നീട് അദ്ദേഹം അതിനെ ടെമ്പിളാക്കി മാറ്റുകയായിരുന്നു. ആൻഡ് ഈ കേവിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റാച്യൂസ് ഓഫ് ബുദ്ധാസ് ഉണ്ട്. ഓൾമോസ്റ്റ് 153 സ്റ്റാച്യൂസ് ഓഫ് ബുദ്ധാസ് ഉണ്ട്. ആൻഡ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് സ്റ്റാച്യൂസ് അവിടെ എന്ന് പറയുന്നത് റിക്ലൈനിങ് ബുദ്ധയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് വാട്ടർ ലിലീസ് ഇവിടെ കാണാൻ പറ്റും. ദിസ് ഇസ് സ്റ്റിൽ എ പ്ലേസ് ഓഫ് വർഷിപ്പ്. മോർ ഡീറ്റെയിൽസ് ഇൻ ദ കമ്മിങ് വ്ളോഗ്സ്.